സീരീസിലേക്ക് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ അല്ലെങ്കിൽ ശ്വസനവും വിസർജനവും എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ എൻ്റെ മക്കൾ ആരും തന്നെ മിസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസിൽ നിന്നാണ് മിസ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് മാത്രമല്ല ലാസ്റ്റ് എൻ്റെ കുട്ടികൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി വെക്കുന്നുണ്ടാവും. അത് കറക്റ്റായിട്ട് തന്നെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നിങ്ങൾക്ക് 11 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ടോപ്പ് 10 സീരീസിലൂടെ കിട്ടുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ ആരും തന്നെ എന്ത് ചെയ്യാതിരിക്കുക, മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്, ഇവിടെ നമുക്കൊരു മോഡൽ തന്നിട്ടുണ്ട്. മോഡൽ എന്താ, ഓക്സിജനും ഹീമോഗ്ലോബിനും കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കൂടി ചേർന്നിട്ട് എന്തായിട്ടാണ് മാറുന്നത് അല്ലേ? നമുക്ക് പൊതുവേ ഒരു ടെൻഡൻസി വരും എന്ത് എഴുതാൻ വേണ്ടിയിട്ട്, കാർബ് ഓക്സി ഹീമോഗ്ലോബിൻ അല്ലേ. ഇവിടെ ഓക്സി ആണെങ്കിൽ ഇവിടെ കാർബോക്സി എന്ന് എഴുതാൻ ഒരു ടെൻഡൻസി വരും. പക്ഷെ അങ്ങനെ എഴുതരുത്, എഴുതിയാൽ തെറ്റായി പോകും. കാരണം ഇവിടുത്തെ ആൻസർ എന്താണ്, കാർബമിനോ ഹീമോഗ്ലോബിൻ. കാർബമിനോ ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതണേ. എക്സ് എന്ന് പറഞ്ഞാൽ കാർബമിനോ ഹീമോഗ്ലോബിൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മിസ് അപ്പോൾ കാർബോക്സി എന്താ? കാർബോക്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനും കൂടി ചേരുന്നതാണ് കാർബോക്സി. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്, കാർബമിനോ ഹീമോഗ്ലോബിൻ ആണ്. റെഡി. ഇനി നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിൽ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, കാർബമിനോ ഹീമോഗ്ലോബിൻ. ദെൻ അടുത്തത് വീണ്ടും നമുക്കൊരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിലെ ചില ഘടകങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിലെ ഫാക്ടേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ മൂത്രത്തിൽ കാണപ്പെടാത്തത്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിൽ ഇതിൽ ഏതാണ് അവരുടെ യൂറിനിൽ കാണാത്തത്? അപ്പോൾ നോക്കിയേ, ഇവിടെ ഗ്ലൂക്കോസ് ഉണ്ട്, യൂറിയ ഉണ്ട്, യൂറിക് ആസിഡ്, അമിനോ ആസിഡ്, വാട്ടർ. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ യൂറിനിലൂടെ നമ്മൾ കളയുന്നത് ഇത് നമ്മൾ എന്തായാലും കളയും അല്ലേ. നമുക്ക് യൂറിയ കളഞ്ഞേ പറ്റുള്ളൂ, യൂറിക് ആസിഡ് നമുക്ക് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കളയുക. അപ്പോൾ ഇതും നമ്മൾ കളയും, പക്ഷേ ഒരു മോഡറേറ്റ് എമൗണ്ടിൽ. പക്ഷേ നമ്മുടെ ഗ്ലൂക്കോസിന് നമ്മൾ കളയുമോ? ഇല്ല, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് എടുക്കും, നമുക്ക് വേണ്ടതാണ്. അമിനോ ആസിഡിനെ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് ആഗിരണം ചെയ്യും. കാരണം ഈ 2 സാധനങ്ങൾ നമുക്ക് അത്യാവശ്യമുള്ളതാണ്, നമ്മുടെ ന്യൂട്രിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസും അതുപോലെ അമിനോ ആസിഡും നമ്മൾ എന്ത് ചെയ്യും, പുനരാഗിരണം ചെയ്യും. റെഡി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഗ്ലൂക്കോസ് അല്ലേ. ഗ്ലൂക്കോസിന് എന്താക്കി മാറ്റുന്നുണ്ട്, പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുന്നു. അപ്പോൾ നമുക്കൊരു 2 ATP എനർജി കിട്ടി. ആ പൈറൂവിക് ആസിഡ് ബാക്ടീരിയൻ്റെ ശരീരത്തിൽ പോകുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, ഈസ്റ്റിൻ്റെ ശരീരത്തിൽ പോകുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത് അല്ലേ. ഐഡൻറ്റിഫൈ 1 and 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പൈറൂവിക് ആസിഡ് ബാക്ടീരിയൻ്റെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പാല് തൈരാകുമ്പോൾ എന്താ സംഭവിക്കണേ, അവിടെ ലാക്റ്റിക് ആസിഡാണ് ഉണ്ടാവുന്നത് അല്ലേ, ലാക്റ്റിക് ആസിഡ്. അതേപോലെ ഈസ്റ്റ് നമ്മുടെ ഫംഗസിൻ്റെ ശരീരത്തിലാണെങ്കിൽ അവിടെ ആൽക്കഹോളാണ് ഉണ്ടാവുന്നത്. നമ്മളുടെ ബേക്കറി ഐറ്റംസ്, നമ്മുടെ അപ്പം, അതുപോലെ തന്നെ ഇഡ്ഡലി, അതിലൊക്കെ എന്താണ്, ഈ ഈസ്റ്റാണ് നമ്മൾ ഇടാറ്. ഇനി ഇവിടെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇൻ വിച്ച് സർക്കംസ്റ്റൻസ് ദ ഫോർമേഷൻ ഓഫ് വൺ ടേക്സ് പ്ലേസ് ഇൻ ഹ്യൂമൻ ബോഡി? അതായത് ചില സമയത്ത് ലാക്റ്റിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടാറുണ്ട്. അത് എപ്പോഴാണ് നമ്മളുടെ ശരീരത്തിൽ ഈ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ലാക്റ്റിക് ആസിഡ്? നമ്മൾ പൊതുവേ പറയാറെന്താ, ശരിക്കും ഈ ലാക്റ്റിക് ആസിഡും അതുപോലെ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉണ്ടാകുന്നത് എനൈറോബിക് റെസ്പിറേഷനാണ്, അവായു ശ്വസനമാണ്. പക്ഷെ നമ്മൾ എയ്റോബിക് അല്ലേ. അപ്പോൾ അവർക്ക് എങ്ങനെയാണ്, നമ്മൾ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ന്യൂട്രിയൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഇവർക്ക് ഓക്സിജൻ ഉപയോഗിക്കേണ്ട, അതുകൊണ്ടാണ് നമ്മൾ എനൈറോബിക് എന്ന് പറയുന്നത്. പക്ഷേ ഡ്യൂറിങ് ഹെവി എക്സസൈസ്, നമ്മൾ ഭയങ്കര കഠിനമായിട്ട് അധ്വാനിക്കുമ്പോൾ, ഓക്കെ, ഡ്യൂറിങ് ഹെവി എക്സസൈസിലോ ഹെവി വർക്കൗട്ടിലോ എന്ത് ചെയ്യും, നമ്മുടെ മസിൽസിന് കുറേ ഓക്സിജൻ വേണ്ടി വരും. പക്ഷെ അത്രയും ഓക്സിജൻ കൊടുക്കാൻ പറ്റാതെ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ശരീരം ഇതേപോലെ എനൈറോബിക് റെസ്പിറേഷൻ നടത്തും. ഓക്കെ, ഡ്യൂറിങ് ഹെവി എക്സസൈസ് our body need more oxygen, more energy. In such condition മസിൽ സെൽസ്, നമ്മുടെ പേശി കോശങ്ങൾ എന്ത് ചെയ്യുന്നു, മസിൽ സെൽസ് റെസ്പയർ എനൈറോബിക്കലി. അവരെന്ത് ചെയ്യും, ഓക്സിജൻ്റെ ആബ്സെൻസിൽ അവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഭയങ്കരമായിട്ട് തുടർച്ചയായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പേശികൾക്കും ആവശ്യത്തിന് ഓക്സിജൻ കിട്ടിയത് വരില്ല. പക്ഷെ നമുക്ക് എനർജി വേണം. അപ്പോൾ എന്ത് ചെയ്യും, പേശീകോശങ്ങൾ മസിൽ സെൽസ് തൽക്കാലത്തേക്ക് ഓക്സിജൻ ഇല്ലാതെ ന്യൂട്രിയൻസിനെ ബ്രേക്ക് ചെയ്യും. എനൈറോബിക്കലി റെസ്പയർ ചെയ്യുന്ന സമയത്ത് ആസ് എ റിസൾട്ട്
എന്തുണ്ടാകും? ലാക്റ്റിക് ആസിഡ് ഇസ് ഫോംഡ്. ലാക്റ്റിക് ആസിഡ് ഇസ് ഫോംഡ്. ആ സമയത്ത് നമുക്ക് 2 ATP എനർജിയും കിട്ടും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട്. അതാണ് നമ്മൾ ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൈയൊക്കെ വേദനിക്കണേ. നിങ്ങൾ കുറേ നേരം ഇങ്ങനെ ബസ്സിൻ്റെ കമ്പിയൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് എന്താണ്, നമുക്കിവിടെ കൈ കഴയ്ക്കും അല്ലേ? അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കുറേ നേരം ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ മസിൽസിന് കുറേ എനർജി വേണ്ടി വരും. അപ്പോൾ അങ്ങനെ എനർജി കിട്ടാതെ ആകുമ്പോൾ മസിൽസ് എന്ത് ചെയ്യും? എനൈറോബിക് റെസ്പിറേഷൻ നടത്തും, അവായു ശ്വസനം നടത്തും. അങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. ഈ ലാക്റ്റിക് ആസിഡ് അവിടെ അടിഞ്ഞു കൂടിയിട്ടാണ് നമുക്ക് കൈ വേദനിക്കുന്നത്. ഓക്കെ, സോ കഠിനമായി വ്യായാമം ചെയ്യുമ്പോൾ കോശങ്ങളിൽ ആവശ്യത്തിന് ഓക്സിജൻ ലഭ്യമാകുന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ അവായു ശ്വസനം നടന്ന പേശികളിൽ എന്ത് രൂപപ്പെടുന്നു? ലാക്റ്റിക് ആസിഡ് രൂപപ്പെടുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ശരീരത്തിലുള്ള ഒരു അവായു ശ്വസനത്തിൻ്റെ എക്സാമ്പിൾ. റെഡി? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒബ്സർവ് ദ ഫിഗർ റിലേറ്റഡ് ടു ബ്രീത്തിങ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ശ്വസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഘട്ടം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എയറിൻ്റെ ആരോ മാർക്ക് എങ്ങോട്ടേക്കാണ്? ഉള്ളിലേക്കാണ്. അപ്പോൾ എയർ ഉള്ളിലേക്ക് കയറുന്നതിന് നമ്മൾ എന്താ പറയുക? നമ്മൾ ഇൻസ്പിറേഷൻ അല്ലെ ഉച്ഛ്വാസം എന്നാണ് പറയുക അല്ലേ? ഐഡൻറ്റിഫൈ ദ സ്റ്റെപ്പ് ഓഫ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ദിസ് ഇസ് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഉച്ഛ്വാസം അല്ലേ? ഇനി നെയിം ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് എക്സ് ആൻഡ് വൈ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ മക്കളെ? ഈ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയഫ്രം മസിലാണ്. ആൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ റിബ്സിൻ്റെ ഇടയിലുള്ള മസിലാണ് അല്ലേ? അപ്പോൾ തന്നെ നമുക്ക് ആളെ പിടികിട്ടിയല്ലോ അല്ലേ? കള്ളനെ പിടികിട്ടി എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് എക്സും വൈയും പിടികിട്ടി. എക്സ് ആരാണ്? നമ്മുടെ ഇൻ്റർകോസ്റ്റൽ മസിലാണ്. ഇൻ്റർകോസ്റ്റൽ മസിൽ. അപ്പോൾ വൈ ആരാണ്? വൈ നമ്മുടെ ഡയഫ്രം മസിൽ, ഡയഫ്രം ആണ്. റെഡി? ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ ഡസ് ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ഹെൽപ്പ് ഇൻ ദിസ് പ്രോസസ്സ്. ദിസ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഇൻസ്പിറേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇൻസ്പിറേഷനിൽ എങ്ങനെയാണ് നമ്മുടെ ഡയഫ്രവും ഇൻ്റർകോസ്റ്റൽ മസിലും സഹായിക്കുന്നത്? അപ്പോൾ നമ്മൾ ആ കംപ്ലീറ്റ് പ്രോസസ്സ് നമുക്കിവിടെ എഴുതേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എഴുതുന്നു ഇൻസ്പിറേഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻസ്പിറേഷൻ്റെ സമയത്ത് എന്താണ് നമ്മൾ പറഞ്ഞത്? ഇൻസ്പിറേഷൻ നടക്കുമ്പോൾ നമ്മുടെ ഡയഫ്രം അല്ലേ, ഡയഫ്രം അതേപോലെ തന്നെ ഇൻ്റർകോസ്റ്റൽ മസിൽ, ഇവർ രണ്ടുപേരും എന്തിനാണ് സഹായിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ ദീസ് 2 മസിൽസ് എന്ത് ചെയ്യും? സങ്കോചിക്കും അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ചെയ്യും. ഇവർ കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇയാൾ കോൺട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിബ്സ് റൈസ് അപ്പ് ആൻഡ് ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുക? നമ്മുടെ ഡയഫ്രം ഫ്ലാറ്റ് ആവും, താഴേക്ക് വരും. ഡയഫ്രം ബിക്കം ലോവേഴ്സ് അല്ലെങ്കിൽ ഡയഫ്രം ഫ്ലാറ്റൻ, പരന്നു പോകും. എങ്ങനെ പരക്കുന്നത്? ഇങ്ങനെ ഉണ്ടായിരുന്ന ഡയഫ്രം ഇങ്ങനെ ആകും. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും സ്ഥലം കിട്ടിയില്ലേ? ഓക്കെ, അപ്പോഴെന്താ പറ്റുക? ആസ് എ റിസൾട്ട് വോളിയം ഇൻക്രീസസ് ആൻഡ് പ്രഷർ ഡിക്രീസസ്. വ്യാപ്തം കൂടുന്നു, മർദ്ദം കുറയുന്നു. അപ്പോഴെന്താണ്? എയർ മൂവ്സ് ഇൻസൈഡ്. എയർ മൂവ്സ് ഫ്രം അറ്റ്മോസ്ഫിയർ to inside. Thus inspiration takes place. അങ്ങനെ നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ ഇൻസ്പിറേഷൻ നടന്നു എന്ന് പറയും. അപ്പോൾ അതേ ഇവിടെ മിസ് എഴുതിയിട്ടുണ്ട്. ഉച്ഛ്വാസമാണ് അവിടെ കാണിച്ചിരിക്കുന്ന സ്റ്റെപ്പ്. എക്സ് ഇൻ്റർകോസ്റ്റൽ പേശിയും വൈ എന്ന് പറഞ്ഞാൽ ഡയഫ്രോ ആണ്. അപ്പോൾ ഇൻ്റർകോസ്റ്റൽ പേശികളും ഡയഫ്രവും സങ്കോചിക്കുമ്പോൾ വാരിയലും മാറലും ഉയരുന്നു, ഡയഫ്രം താഴുന്നു, വ്യാപ്തം കൂടുന്നു, മർദ്ദം കുറയുന്നു. അപ്പോൾ വായു ഉള്ളിലേക്ക്. സിമ്പിൾ അല്ലേ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. The process of conversion of pyruvic acid. Okay, wait a minute. The process of conversion of pyruvic acid to water and carbon dioxide takes place in mitochondria. എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ വാട്ടറിനെയും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് ആര് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഈ പറയുന്ന പൈറുവിക് ആസിഡിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പൈറുവിക് ആസിഡ് എന്തായിട്ട് മാറുന്നുണ്ട്? വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വിച്ച് പ്രോസസ് ഇസ് മെൻഷൻഡ് എബവ്? അതായത് പൈറുവിക് ആസിഡ് ഇങ്ങനെ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറുന്നത് ഏതാണ്? നമുക്കറിയാം നമ്മുടെ കോശശ്വസനം അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ നമുക്ക് എന്താണ്? നമുക്ക് 2 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് അല്ലേ? ആദ്യം നമ്മുടെ ഗ്ലൂക്കോസിനെ നമ്മൾ പൈറുവിക് ആസിഡ് ആക്കി മാറ്റും. ഈ പൈറുവിക് ആസിഡിനെ നമ്മൾ എന്താക്കും? മൈറ്റോകോൺട്രിയയിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഇതിനെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവുമാക്കി മാറ്റുന്നത്. പ്ലസ് നമുക്ക് എനർജി ഉണ്ടാവും. അപ്പോൾ മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്ന ഈ ഒരു റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രെബ്സ് പരിവർത്തി എന്ന് മലയാളത്തിൽ പറയും. ഇനി ഇൻ വിച്ച് സെല്ലുലാർ പാർട്ട് ഡസ് ദ ഫോർമേഷൻ ഓഫ് പൈറുവിക് ആസിഡ് ടേക്സ് പ്ലേസ്?
അല്ലേ? പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിട്ട് മാറുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. പക്ഷേ പൈറൂവിക് ആസിഡ് എവിടെ വെച്ചാണ് രൂപപ്പെടുന്നത്, എവിടെ വെച്ചാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ മക്കളെ പറയുക? എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ സൈറ്റോപ്ലാസം കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ പൈറൂവിക് ആസിഡ് രൂപപ്പെടുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആർ എക്സ്പെൽഡ് ഫ്രം ദ ബോഡി. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ലങ്സ് വഴി പോകും ആൻഡ് വാട്ടർ നമ്മുടെ സ്വെറ്റിംഗ് വിയർപ്പിലൂടെ പോകും. ബട്ട് വാട്ട് ഹാപ്പൻസ് ടു ദ എനർജി ലിബറേറ്റഡ് ഇൻ മൈറ്റോകോൺട്രിയ? അല്ലേ, നമ്മൾ ഈ സമയത്ത് മൈറ്റോകോൺട്രിയയിൽ 28 ATP ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അല്ലേ, ഇത്രയും എനർജി എന്താണ് ആയിട്ട് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എനർജി സ്റ്റോർഡ് ആസ്, അത് എന്തായിട്ട് സംഭരിക്കും? ആസ് ATP. എനർജി ഉണ്ടാവുന്നുണ്ട്. ആ എനർജീനെ നമ്മൾ എനർജി കറൻസി എന്നാണ് ATPനെ പറയുക, അല്ലേ? നമ്മൾ ATP ആയിട്ട് സംഭരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്രബ്സ് പരിവൃത്തി, അല്ലേ? എന്തായിട്ട് മാറുന്നത്? നമ്മുടെ പൈറൂവിക് ആസിഡ് കൺവേർട്ടഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഇതെവിടെ വെച്ച് നടക്കുന്നു? മൈറ്റോകോൺട്രിയ. ഇനി കോശദ്രവ്യത്തിൽ വെച്ച് എന്താ നടക്കുന്നത്? നമ്മുടെ ഗ്ലൂക്കോസിനെ നമ്മൾ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്നു. ആ സമയത്ത് നമുക്ക് 2 ATP കിട്ടുന്നു. ഇനി ഇങ്ങനെ സ്വതന്ത്രമാകുന്ന എനർജിക്ക് എന്ത് സംഭവിക്കുന്നു? ഊർജ്ജം ATP ആയിട്ടാണ് നമ്മൾ സംഭരിക്കുന്നത്. അതാണ് നമ്മൾ ഈ പറയുന്നത് 2 ATP 28 ATP എന്നൊക്കെ പറയുന്നത്. ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ കുറേ ഊർജ്ജം സ്വതന്ത്രമാകുന്നുണ്ട്. ആ ഊർജ്ജത്തിനെ നമ്മൾ ATP ആയിട്ട് എടുത്തു വെക്കുകയാണ്, സ്റ്റോർ ചെയ്യുകയാണ്. ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും ശ്രദ്ധിക്കുക. നോക്കിക്കേ എന്താ പറയണത്? നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ എലിമിനേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ സെൽ ടേക്സ് പ്ലേസ് ഓൺലി ത്രൂ ഹീമോഗ്ലോബിൻ. നമ്മുടെ ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതിൽ ഹീമോഗ്ലോബിന് മാത്രമാണ് പങ്കുള്ളത്. നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ആണോ? ശരിയാണ്. അപ്പോൾ ഓക്സിജൻ്റെ കേസിലാണെങ്കിൽ 97% ഓക്സിജൻ ഹീമോഗ്ലോബിനാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് പറയാം, അല്ലേ? പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിലോ മക്കളെ, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നതിന് ഹീമോഗ്ലോബിന് മാത്രമാണോ? അല്ല, നമ്മൾ 20 to 25% ആണ് കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? കാർബമിനോ ഹീമോഗ്ലോബിൻ. അപ്പോൾ ബാക്കിയുള്ളത് എവിടെ പോയി? ബാക്കി നമ്മളുടെ ഒരു 70% ഹീമോഗ്ലോബിൻ എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവുമായി ചേർന്നിട്ട് നമ്മുടെ കാർബോണിക് ആസിഡ് ആകും. അത് പിന്നീട് സ്പ്ലിറ്റായിട്ട് ബൈകാർബണേറ്റ് ആയിട്ട് മാറും. ഈ ബൈകാർബണേറ്റിൻ്റെ രൂപത്തിലാണ് മെജോറിറ്റി കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ കൊണ്ടുപോകുന്നത്. ബാക്കി വരുന്ന ഒരു 7% ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ, പ്ലാസ്മയിൽ ലയിച്ച് ചേരുന്നു, അങ്ങനെ പോകുന്നത്. റെഡി? അപ്പം യോജിക്കുന്നില്ല അത് നമ്മൾ എഴുതിയോ? നോ എന്ന് എഴുതണം കേട്ടോ. യോജിക്കുന്നുണ്ടോ? നോ. വൈ? എന്തുകൊണ്ടാണ്? കാരണം ബാക്കിയുള്ള ആൾക്കാർക്കും ഇതിൽ റോളുണ്ട്. 20 to 25 കാർബമിനോ ആൻഡ് 70% ബൈകാർബണേറ്റ്, 7% പ്ലാസ്മയിൽ ലയിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഹീമോഗ്ലോബിന് മാത്രമല്ല റോളുള്ളത്, ബാക്കി ആൾക്കാർക്കും റോളുണ്ട്. ഇനി അടുത്തത് മക്കളെ നമ്മളുടെ എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ നമ്മൾ എന്ത് നോക്കണം? ഈ ഒരു ഫിഗർ, ചിത്രം നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഐഡൻറ്റിഫൈ എക്സ് ആൻഡ് വൈ. ഇവിടെ തന്നിരിക്കുന്ന എക്സ് എന്താണ്, വൈ എന്താണ്? നല്ലപോലെ നോക്കിക്കോ. കിട്ടിയോ? ഒരാൾ ഇങ്ങോട്ടേക്ക് വരികയാണ്, ഒരാൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? അറൈവ്, എക്സിറ്റ് എന്നാലോചിക്കാം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ എഫറൻറ്റ് വെസലാണ്. എന്ത് പറയും? എഫറൻറ്റ് വെസൽ. ആൻഡ് വൈ എന്ന് പറയുന്ന ആൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഇഫറൻറ്റ് വെസൽ. ഇഫറൻറ്റ് വെസൽ. റെഡി? ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹൗ ഡു ദ ഡിഫറൻസ് ഇൻ ദ ഡയമീറ്റർ ഓഫ് എക്സ് ആൻഡ് വൈ ഹെൽപ്പ് ഇൻ അൾട്രാഫിൽട്രേഷൻ. അതായത് നമ്മുടെ സൂക്ഷ്മ അരിക്കലിന് ഇപ്പം നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാകും നമ്മളുടെ എക്സിന് എന്താണ് ഇത്രയും ഡയമീറ്റർ ഉണ്ട്, അല്ലേ? അത് പിന്നെ ഇങ്ങനെ കാപ്പിലറി നെറ്റ്വർക്കായിട്ട് മാറിയതാണ്. പിന്നെ നമ്മുടെ വൈക്ക് പക്ഷെ അത്രയും ഇല്ല, കുഞ്ഞാണ്. അപ്പോൾ ഇവരുടെ 2 പേരുടെയും ഈ ഡയമീറ്ററിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് ഇവിടുത്തെ ഫിൽട്രേഷനെ സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദ ഡിഫറൻസ് ഇൻ ഡയമീറ്റർ ഓഫ് വെസൽസ്, ഓഫ് ബ്ലഡ് വെസൽസ് കോസ് എന്തിന് കാരണമാകുന്നു? കോസ് ഇൻക്രീസിങ് പ്രഷർ ഇൻസൈഡ് ഗ്ലോമെറുലസ്. നമ്മളുടെ ഗ്ലോമെറുലസിൻ്റെ ഉള്ളിൽ നമുക്ക് മർദ്ദം കൂടാൻ കാരണമാകുന്നുണ്ട്. കോസ് ഇൻക്രീസിങ് പ്രഷർ ഇൻസൈഡ് ഗ്ലോമെറുലസ്.
ഗ്ലോമെറുലസിൻ്റെ ഉള്ളിൽ നമുക്ക് മർദ്ദം കൂടാൻ കാരണമാകുന്നു. ദിസ് പ്രഷർ ഹെൽപ്സ് ഇൻ ഫിൽട്രേഷൻ. ദിസ് പ്രഷർ helps in filtration of blood. Helps in filtration of blood. നമ്മുടെ ബ്ലഡിൻ്റെ ഫിൽട്രേഷനെ ആര് സഹായിക്കുന്നുണ്ട്? ഈ ഒരു മർദ്ദം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ മർദ്ദം എങ്ങനെയാണ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇവരുടെ ഡയമീറ്ററിലുള്ള വ്യത്യാസമാണ്. എഫറൻ്റ് വെസലിന് നല്ല ഡയമീറ്റർ ഉണ്ട്, പക്ഷേ ലോമികകൾക്കും ഇഫറൻ്റ് വെസലിനും ഡയമീറ്റർ കുറവാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് നല്ല ഡയമീറ്റർ ഉണ്ട്, ഇതാണെങ്കിൽ കുറച്ചുള്ളൂ, ഇതാണെങ്കിൽ തീരെയില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് വീണ്ടും നമ്മുടെ കിഡ്നിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. റീഡ്രോ ദ ഡയഗ്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഇപ്പോൾ കുറേ മക്കൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, മിസ് ഈ ഡയഗ്രം വരയ്ക്കേണ്ടി വരുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡയഗ്രം വരയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കി വരച്ചാൽ മതി. ഈ പറയുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു വൃക്ക വരയ്ക്കണം. അപ്പോൾ മിസ്സിൻ്റെ കൂടെ എൻ്റെ മക്കൾ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായി കിട്ടും. അപ്പോൾ എൻ്റെ കൂടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. സിമ്പിളായിട്ട് മിസ്സ് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കിഡ്നി വരയ്ക്കണം. ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ മിസ്സ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം ഇതിന് 2 ഭാഗങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ കാണണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡോട്ട് ഇട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇവിടെ നമുക്കൊരു പിരമിഡ് പോലത്തെ ഒരു സ്ട്രക്ചർ വേണം. അപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇതേ ഒരു ത്രികോണം പോലത്തെ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. റെഡി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇങ്ങനെ നമ്മളുടെ നമ്മുടെ നെഫ്രോൺസിൻ്റെ ആ ഒരു റീനൽ ട്യൂബ്യൂളും കളക്ടിങ് ഡക്റ്റും ആണ് ഇവിടെ ഇറങ്ങുന്നത് എന്ന് കരുതിയിട്ട് ഇവിടെ നമ്മൾ കുറേ ട്യൂബ് വരയ്ക്കുകയാണ്. റെഡി. ഇനി ഇവരെ നമ്മളിങ്ങനെ തമ്മിൽ കണക്ട് ചെയ്യണം. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യണം. ഈ എല്ലാ ട്രയാങ്കിൾസിനെയും കണക്ട് ചെയ്യണം. ഇതിനെ ഇങ്ങോട്ടേക്കും കണക്ട് ചെയ്യണം. ഓക്കെ, കിട്ടി? കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കിവിടെ 2 ബ്ലഡ് വെസൽസിനെ കാണിക്കാനുണ്ടേ. ഇവിടെ ആക്ച്വലി ഒരു ഓപ്പണിംഗ് പോലെയാണ്. ഇവിടെ നമുക്കിനി 2 ബ്ലഡ് വെസൽസിനെ കാണിക്കാനുണ്ട്, ഇങ്ങോട്ടേക്ക് വരുന്നതും അങ്ങോട്ടേക്ക് പോകുന്നതും ആയിട്ടുള്ള. അപ്പം മിസ് ഇതേ ഒരു റെഡ് ഒരാളെ കൊടുക്കുകയാണ്. റെഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, അപ്പം മിസ് വേറെ കളർ കൊടുക്കാം. അപ്പം ഒരാളെ മിസ് ഇങ്ങനെ വരയ്ക്കുക. അപ്പം നമ്മുടെ 2 കിഡ്നിയിലേക്കും പോകണ്ടേ? ഓക്കെ, അപ്പോൾ ഒരു കിഡ്നീൻ്റെ കാര്യമാണ് മിസ് ഇപ്പോൾ കാണിക്കണേ കേട്ടോ. ഇനി വേറെ നമ്മുടെ റീനൽ വെയിനും കൂടെ വേണമല്ലോ. ഓക്കെ, ഇപ്പോൾ 2 ആൾക്കാരെ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൊറ്റ വര വരച്ച് അത് അവസാനിപ്പിക്കാനും പറ്റും. ഇനി കുറച്ചുകൂടി സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ഇവിടേക്ക് ഒരാളെ കാണിക്കാം, ഇതിങ്ങനെ കാണിക്കാം. ഇത്രയും കാണിച്ചാൽ മതി. ഓക്കെ, അത് താഴേക്ക് ഇത് കൊടുക്കാം. ഇത് അടുത്ത കിഡ്നിയിലേക്ക് പോകുന്നതായിട്ട് കാണിച്ചാൽ മതി. ഇനി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് വേറൊരാൾ വരുന്നു. ഇവിടെ നിന്ന് കാണിക്കാം, ഇതിങ്ങോട്ടേക്ക് പണി കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കാം. നമ്മളോട് എന്താ ലേബൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കോ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്നർ ഡാർക്ക് റീജിയൻ. ഇന്നർ ഡാർക്ക് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഡുല്ലയാണല്ലോ. അപ്പോൾ ഈ ഭാഗം കാണിക്കുന്നു. ഇന്നർ ഡാർക്ക് റീജിയൻ. ഇന്നർ ഡാർക്ക് റീജിയനാണ് നമ്മളുടെ ഈ ഭാഗം. ഓക്കെ, ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാം? മെഡുല്ല. ഇന്നർ ഡാർക്ക് റീജിയനാണ് നമ്മളുടെ മെഡുല്ല. പുറമേ ഉള്ളതാണ് നമ്മളുടെ എന്ത് പറയണത്? മിസ് ഇത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗം നമ്മുടെ മെഡുല്ലയാണ്. ഇനി ദ ബ്ലഡ് വെസൽ ദാറ്റ് ബ്രിങ് ബ്ലഡ് ടു ദ കിഡ്നി. കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ആരാണ്? നമ്മുടെ റീനൽ ആർട്ടറിയാണ്. ഈ ബ്രാഞ്ച് കേട്ടോ. കിഡ്നിയിലേക്ക് വരുന്ന ആളെയാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇയാളെയാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇതൊരിക്കലും ലേബിൾ ചെയ്യരുത് കേട്ടോ. ഇതാണ് നമുക്ക് വേണ്ടത്. റീനൽ ആർട്ടറി അല്ലെങ്കിൽ വൃക്കാധമനി. നമ്മളെന്ത് പറയും? വൃക്കാധമനി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ട്യൂബ് വെച്ച് ക്യാരി യൂറിൻ ടു യൂറിനറി ബ്ലാഡർ. അപ്പോൾ യൂറിനറി ബ്ലാഡറിലേക്ക് യൂറിൻ കൊണ്ടുപോകുന്ന ഒരാളെ മിസ് വരച്ച് കാണുന്നുണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നൊരു ട്യൂബ്. ഇത് ഈ ട്യൂബാണ് നമ്മളുടെ യൂറിനറി ബ്ലാഡർ. ദിസ് വൺ. ഓക്കെ, ഇതാണ് നമ്മുടെ യൂറിനറി ബ്ലാഡർ. അതായത് ആ പെൽവസിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് വരുന്നതാണ്. ഇതാണ് നമ്മളുടെ യൂറീറ്റർ. ഓക്കെ, യൂറീറ്റർ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയും മൂത്രവാഹി. ഇതാണെങ്കിൽ മെഡുല്ല എന്ന് തന്നെ പറയും. കിട്ടിയല്ലോ? അപ്പോൾ ഇത് വരച്ച് ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വരും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മെഡുല്ലയുടെ ഈ ഭാഗം വേണമെങ്കിൽ മെഡുല്ല എന്ന് ലേബൽ ചെയ്യാം കേട്ടോ. ഓക്കെ, റെഡി. ഈ ഭാഗം മെഡുല്ലയായിട്ട് കാണിച്ചാൽ മതി. ഓക്കെ,
അപ്പോൾ അതോട് കൂടിയിട്ട് എന്താണ്, നമ്മുടെ കിഡ്നീനെ നമ്മൾ വരച്ച് അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇങ്ങനെ വരച്ച് ലേബൽ ചെയ്താലാണ് എൻ്റെ മക്കൾക്ക് ഇത് മാർക്ക് കിട്ടുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല, ചിത്രം നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഐഡൻറ്റിഫൈ എ ആൻഡ് സി. അപ്പം നോക്കിക്കുക മക്കളെ, ഇവിടെ എ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഉള്ളിലുള്ള സാധനമാണ്. ഈ ഉള്ളിലുള്ള സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്ലോമെറുലസ് എന്ന് പറയാം അല്ലേ, ഗ്ലോമെറുലസ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സി ആണ്. അപ്പോൾ സി നമുക്ക് നോക്കിയാലോ, അതെ സി ആണ്. ഈ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ കളക്ടിങ് ഡക്റ്റിലെ ശേഖരണ നാളിയാണ്. ഓക്കെ, കളക്ടിങ് ഡക്റ്റ് അല്ലെങ്കിൽ ശേഖരണ നാളിയാണ് അല്ലേ. അപ്പോൾ മിസ് ഇതിവിടെ എഴുതുന്നു കളക്ടിങ് ഡക്റ്റ്. മലയാളത്തിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ശേഖരണ നാളി എന്ന് പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, മെൻഷൻ ദ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ബി. ബിയിൽ വെച്ച് നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബി എന്താണെന്ന് നമ്മൾ നോക്കണം. ഇവിടെ ബി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതാ, ഇത് നമ്മളുടെ ട്യൂബല്ലേ, റീനൽ ട്യൂബ്യൂളാണ് അല്ലേ, റീനൽ ട്യൂബ്യൂളാണ്. അപ്പോൾ ഈ റീനൽ ട്യൂബ്യൂളിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസ്സ് എന്താണ്, ഇവിടെയാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷനും സെക്രീഷനും ഒക്കെ നടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. ഇവിടെ വെച്ച് നടക്കുന്നതാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. അതേപോലെ തന്നെ ശ്രവണം, സെക്രീഷനും ഇങ്ങോട്ടേക്കാണ്. റീഅബ്സോർപ്ഷൻ ഇവിടുന്ന് ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യും, സെക്രീഷൻ ആണെങ്കിൽ ബ്ലഡിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് തരികയാണ് ചെയ്യുക. ഇനി അടുത്തത്, നെയിം ദ പ്രോഡക്ട്സ് ഫോംഡ് ഡ്യൂ ടു ദ പ്രോസസ് ഇൻ എ ആൻഡ് സി. അപ്പോൾ എയിലും സിയിലും എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്ലോമെറുലസിൽ എന്താ മക്കളെ ഉണ്ടാവുന്നത്, ഗ്ലോമെറുലസിലാണ് നമ്മുടെ ഫിൽട്രേഷൻ നടക്കുക. അപ്പോൾ ഫിൽട്രേഷൻ നടന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, ഓക്കെ. അപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയിലും സിയിലും ഉണ്ടാവുന്ന പ്രോഡക്ട്സ് ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലോമെറുലസ് ആണല്ലോ. ഗ്ലോമെറുലസിൽ നമുക്ക് ഫിൽട്രേഷൻ നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് വാട്ടർ ഉണ്ടാകും, അമിനോ ആസിഡ് ഉണ്ടാകും, ഗ്ലൂക്കോസ് ഉണ്ടാകും, ന്യൂട്രിയൻസ് ഉണ്ടാകും അല്ലേ. ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, പിന്നെ നമ്മുടെ അയോൺസിൽ നമുക്ക് ഏതൊക്കെ വരും, സോഡിയം വരും, പൊട്ടാസ്യം വരും, കാൽഷ്യം വരും, പിന്നെ ലാസ്റ്റ് നമുക്ക് യൂറിയ ഉണ്ടാകും, യൂറിക് ആസിഡ് ഉണ്ടാകും, പിന്നെ ക്രിയാറ്റിനിൻ ഉണ്ടാകും. ഈ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ഫിൽട്രേറ്റിലുണ്ടാകും. പക്ഷേ സി എന്ന് പറയുമ്പോൾ കളക്ടിങ് ഡക്റ്റാണ്. അപ്പോൾ കളക്ടിങ് ഡക്റ്റിലേക്ക് എത്തുമ്പോഴേക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ റീഅബ്സോർബ് ചെയ്തിട്ടുണ്ട്, പുനരാഗിരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ മെയിനായിട്ട് യൂറിക് ആസിഡ്, അതുപോലെ ക്രിയാറ്റിനിൻ, പിന്നെ നമുക്ക് കുറച്ച് സോഡിയം ക്ലോറൈഡ്, കുറച്ച് പൊട്ടാസ്യം ക്ലോറൈഡ്, ഓക്കെ, പിന്നെ നമ്മുടെ കാൽഷ്യം ക്രിസ്റ്റലേറ്റ്സ് അല്ലെങ്കിൽ കാൽഷ്യം സോൾട്ട് ഉണ്ടാകും, പിന്നെ വാട്ടർ ഉണ്ടാകും. ഓക്കെ, ഇങ്ങനത്തെ സാധനങ്ങളാണ്. ബാക്കി നമുക്ക് വേണ്ട വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒന്നും ഇവിടെ കാണില്ല, അതെല്ലാം തന്നെ നമ്മൾ പുനരാഗിരണം ചെയ്തിട്ടുണ്ട്. സോ എ നമ്മുടെ ഗ്ലോമെറുലസ് ആണ് ആൻഡ് ബി നമ്മുടെ ശേഖരണനാളിയാണ്. ഓക്കെ, ആക്ച്വലി സി ആണ് പറഞ്ഞത് കേട്ടോ, സി നമ്മുടെ ശേഖരണ നാളിയാണ്. ആൻഡ് ബിയിൽ വെച്ച് നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുനരാഗിരണമാണ്. അതേപോലെ തന്നെ ശ്രവണവും നടക്കും. പുനരാഗിരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബ്ലഡിലേക്കാണ്, ആൻഡ് ശ്രവണം എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ നിന്ന് തിരിച്ച് ട്യൂബിലേക്കാണ്. ഓക്കെ, ഇനി എയിൽ നമുക്ക് ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, അതുപോലെ തന്നെ വൈറ്റമിൻസ്, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയാണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് എവിടെയും തന്നെ ന്യൂട്രിയൻസ് കാണാൻ പറ്റില്ല. ന്യൂട്രിയൻസിനെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുനരാഗിരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു സെക്ഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പറഞ്ഞത്. ചൂസ് ദ ഐറ്റംസ് ഫ്രം ബി ആൻഡ് സി ടു മാച്ച് വിത്ത് എ. ഏനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്യിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഷ് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, മാംഗോ ട്രീ ഉണ്ട് അല്ലേ, മത്സ്യം, ചിത്രശലഭം, മാവ്. അപ്പോൾ മാവ് ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ ഓർഗൻസ് ഒന്നും ഉണ്ടാവില്ല. മാംഗോ ട്രീയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്തായിരിക്കും, സ്റ്റൊമാറ്റ അല്ലേ. സ്റ്റൊമാറ്റയിലൂടെ അവർ എന്താ കളയാം, അവർ ഓക്സിജനാണ് കളയുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഓക്സിജൻ ഒരു വേസ്റ്റ് ആണോ? പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം, സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഫോട്ടോസിന്തസിസ് നടത്തിയിട്ടുണ്ടാകുന്ന വേസ്റ്റാണ് ഓക്സിജൻ. ഓക്കെ, അപ്പം നമ്മുടെ മാവ്, ആസ്യരന്ധ്രങ്ങൾ, അവരുടെ പ്രൊഡക്റ്റ് ഓക്സിജൻ. ഇനി അടുത്ത ആളെ എടുക്കാം. അടുത്ത ആൾ ആരാണ്, ബട്ടർഫ്ലൈ. അപ്പോൾ നമ്മുടെ ചിത്രശലഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസെക്റ്റ് ആണ്. ഇൻസെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാണിയാണ്. അപ്പോൾ അവർക്ക് എന്താണ്, മാൽപീജിയൻ ട്യൂബ്യൂൾ അല്ലെ മാൽപീജിയൻ നളികകളാണ്. അവരുടെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് യൂറിക് ആസിഡ് ആണ് കേട്ടോ. യൂറിക് ആസിഡ്, ഇൻസെക്ട്സിന് യൂറിക് ആസിഡാണ്. ഇനി അടുത്ത ഒരാളാണ് ഫിഷ്. ഈ ഫിഷിന് എൻ്റെ മക്കൾ നോക്കുക, ഇവിടെ നമുക്ക് എന്താണ്, കിഡ്നിയാണ് തന്നിട്ടുള്ളത്. ട്രക്കീഡ് പ്ലാന്റ്സിനാണ്, അപ്പോൾ അത് വരില്ല. അപ്പോൾ കിഡ്നി ആയതുകൊണ്ട് തന്നെ ഇവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്താണ്, യൂറിയ ആയിരിക്കും.
അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകുമ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിൽ അമോണിയ ആണല്ലോ ആൻഡ് ചില സമയത്ത് അമോണിയയും അതുപോലെ തന്നെ ഗിൽസും ആണല്ലോ പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അവിടെയാണ് മിസ് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഇവിടെ പറയുന്നത്. ഫിഷ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ഫിഷ് ഉണ്ട്. ഓക്കെ, മത്സ്യങ്ങൾ നമുക്ക് 2 തരത്തിലുള്ള ഫിഷ് ഉണ്ട്. അതിലൊന്നാണ് കാർട്ടിലേജിനസ് ഫിഷ്. കാർട്ടിലേജിനസ് ഫിഷ് അതായത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും തെരണ്ടി എന്ന് പറയുന്നൊരു മീനൊക്കെ ഉണ്ട്. തെരണ്ടി മീൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ തെരണ്ടി പോലത്തെ മീനൊക്കെ ഇവിടെയാണ് വരുന്നത്. ഷാർക്ക് അതൊക്കെ എന്താണ്, അത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ തെരണ്ടീനെ നമ്മൾ പറയുന്നത് ട്രൈഗൺ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഫിഷസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് യൂറിയ ആണ്. യൂറിയ ഉണ്ടെങ്കിൽ അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് കിഡ്നി ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു ഫിഷ് ഉണ്ട്, ബോണി ഫിഷ്. ബോണി ഫിഷ് എന്ന് പറയുമ്പോൾ മുള്ളുള്ള ഫിഷാണ്. നമ്മുടെ മത്തി, അയല, പിന്നെ എന്താണ് കോരമീൻ, അങ്ങനെ കുറേ സാധനങ്ങളില്ലേ മുള്ളു കുത്തുന്ന മീനുകൾ, ബോണാണ് അവർക്ക്. അവരുടെ കാര്യത്തിൽ അവർക്ക് അമോണിയ. അപ്പോൾ അമോണിയ ആണെങ്കിൽ അത് ഗിൽസിലൂടെയോ അല്ലെങ്കിൽ ബോഡി സർഫസിലൂടെയോ ആണ് എലിമിനേറ്റ് ചെയ്യുക, ശരീരോപരിതലത്തിലൂടെയാണ് എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫിഷ് ഓപ്ഷൻ തന്നിട്ട് അമോണിയ ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഗിൽസ് ആയിരിക്കും. ഫിഷ് ഓപ്ഷൻ തന്നിട്ട് അവിടെ യൂറിയ ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കിഡ്നി ആയിരിക്കും. കാരണം നമുക്ക് 2 തരത്തിലുള്ള ഫിഷസ് ഉള്ളതുകൊണ്ടാണ്. ഈ ഒരു കാര്യം കൂടി മിസ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. ഇനി എൻ്റെ മക്കൾക്ക് ലാസ്റ്റ് കമൻറ്റ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ വെക്കുന്നുണ്ട്, അത് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യാം. വിച്ച് പാർട്ട് ഓഫ് ദ കിഡ്നി വെയർ അൾട്രാ ഫിൽട്ടർ, സൂക്ഷ്മ അരിപ്പകൾ കാണുന്നത് ഏത് ഭാഗത്താണ്? മെഡുലയാണോ, പെൽവസ് ആണോ, കോർട്ടെക്സ് ആണോ, ശേഖരണ നാളിയാണോ, എവിടെയാണ് കാണുന്നത് എന്നുള്ള കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇന്ന് വൈകിട്ടുള്ള ലൈവ് ഒരു കാരണവശാലും മിസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച്.